ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു ചെറിയ ഡേ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും മറക്കരുത്. അങ്ങനെ ഞാനൊരു 5:30 മണിയാകുമ്പോൾ എഴുന്നേറ്റ് എൻ്റെ നിസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ ഒന്ന് വെളിച്ചൊക്കെ വന്നിനൊന്നൊക്കെ ഒന്ന് പുറത്തിറങ്ങി നോക്കി. അപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട്. നല്ല മഴയാണിപ്പോൾ. ഒരു 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്, കണ്ടിന്യൂ മഴയാണ്. അങ്ങനെ മോനിക്കുള്ള പാല് കാച്ചാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ഞാൻ എൻ്റെ ഉച്ചക്കത്തിലുള്ള ഫുഡും കാര്യമെല്ലാം രാവിലെ തന്നെ റെഡിയാക്കി വെക്കും. അങ്ങനെ ഇന്ന് ചെറുപയർ ഉപ്പേരിയും കടലക്കറിയും ദോശ ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം. അങ്ങനെ പെട്ടെന്ന് മോനും എഴുന്നേറ്റ് പെട്ടെന്ന് പണി തീർക്കണം. മോളൊക്കെ നല്ല ഉറക്കിലാണ്. അങ്ങനെ കടലക്കറിക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ചെറുപയർ ഒരു 3 വിസിലുകൊണ്ട് റെഡിയാവും. അപ്പോൾ ചെറുപയറിലേക്കുള്ള അരപ്പ് തേങ്ങ അരച്ച് റെഡിയാക്കണം. അങ്ങനെ ചെറുപയർ തോരൻ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങയും ഒന്ന് ഒതുക്കിയിട്ട് ഇതുപോലെ ചെറുപയർ ഒരു 3 വിസിലേ അടിക്കേണ്ടു. നല്ലോണം വെന്ത് വരൊന്നും വേണ്ട, ഒരു ഹാഫ് വേവ്. എന്നിട്ട് നമുക്കിതുപോലെ തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്തതും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുത്താൽ നല്ല ടേസ്റ്റാണ് നമ്മളെ ചോറിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ചെറുപയറൊക്കെ റെഡിയായി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചോറിന് വെള്ളം വെക്കണം. മോൻ്റെ കുറുക്ക് റെഡിയാക്കി എടുക്കണം. മോനിക്ക് നട്ട്സും നമ്മുടെ റാഗിയും കൂടിയിട്ട് ഒന്ന് അരച്ചിട്ട് അതാണ് മോനിക്ക് കുറുക്കായിട്ട് റെഡിയാക്കി കൊടുക്കൽ. അങ്ങനെ വെള്ളം തിളച്ച് അങ്ങനെ വേഗം അരിയെടുത്തിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ ചോറ് റെഡിയായി. ചോറ് പെട്ടെന്ന് റൈസ് കുക്കറിൽ ഇറക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് റെഡി ആയിക്കോളും. അങ്ങനെ അപ്പണി പെട്ടെന്ന് തീരും. ഇനി അടുത്തത് മോൻ്റെ കുറുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം. ഇതൊരു നല്ലൊരു ഹെൽത്തി നല്ല വെയിറ്റ് ഗെയിൻ്റെ ഡ്രിങ്കാണ്. മോനിക്കിപ്പോൾ 2 വയസ്സായതുകൊണ്ട് പാലൊക്കെ ഒഴിച്ചിട്ട് എന്താ പറയുക, ഒരു ടൈറ്റിന് ഇതായിട്ട് കൊടുക്കൂല, ഒരു കുറുക്ക് പരുവത്തിൽ കൊടുക്കൂല, ഒരു ഡ്രിങ്ക് പോലെ ആയിട്ട് കൊടുക്കലാണ്. മോനിക്കും മോക്കും കൊടുക്കും. അങ്ങനെ പെട്ടെന്ന് ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഒരടുപ്പിൽ ദോശയൊക്കെ വെച്ചിട്ടുണ്ട്, ഒരടുപ്പിൽ കറിക്ക് വെച്ചിട്ടുണ്ട്, കടലക്കറിക്കുള്ളത് വെച്ചിട്ടുണ്ട്. കടലക്കറിക്ക് നമ്മളെ തേങ്ങയോ കാര്യമൊന്നും ചേർത്ത് കൊടുക്കൊന്നും വേണ്ട. ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് നമ്മളെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ ഉള്ളിയും തക്കാളി ഇട്ട് കൊടുക്കില്ല, ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കും. എന്നിട്ട് ഇതുപോലെ കുറച്ച് കായപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് നല്ലോണം മൂപ്പിച്ചിട്ട് നമ്മൾ അതിലേക്ക് നമ്മളെ കടല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ. നമ്മളെ കടല ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അല്ല ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ റെഡിയാക്കിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും നമ്മൾ ദോശൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ ഓൾമോസ്റ്റ് പണിയൊക്കെ തീർന്ന് ഇനി പെട്ടെന്ന് വേഗം കിച്ചണൊന്ന് അടിച്ചു വാരി തുടച്ചെടുക്കണം. കിച്ചൺ ഡെയിലി 2 നേരമായിട്ട് അടിച്ചു വാരി തുടച്ചെടുക്കും. ഒന്ന് രാത്രി കിടക്കാൻ പോകുമ്പോഴേക്ക് നല്ല വൃത്തിക്കൊന്ന് അടിച്ചു വാരി തുടച്ച് ഒന്ന് മൊത്തം ക്ലീൻ ആക്കിയിട്ടിട്ടേ ഞാൻ പോയി കിടക്കുള്ളൂ. അപ്പോൾ നമുക്ക് രാവിലെ എണീച്ച് വരുമ്പം തന്നെ ഒരു മനസ്സിന് തന്നെ ഒരു സുഖം ഉണ്ടാവും. കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയാൽ മൊത്തം വേസ്റ്റ് വരെ ഞാൻ കളഞ്ഞു. എന്നാലും നമുക്കൊരു പണിയെടുക്കാനും എല്ലാത്തിനും ഒരു നല്ല മൂഡ് ഉണ്ടാവുള്ളൂ. ഇതുപോലെ നല്ലോണം ഒന്ന് തുടച്ചിട്ട് എടുക്കും. പണിയൊക്കെ തീർന്നതിന് കിച്ചണെല്ലാം മൊത്തം ഒന്ന് തുടച്ചെടുക്കും. സെൻട്രാളും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നരാടെ തുടച്ചെടുക്കുള്ളൂ. അങ്ങനെയൊക്കെ ആ പണിയൊക്കെ തീർന്ന് കിച്ചണൊക്കെ നല്ല അടിപൊളിയായി ക്ലീൻ ചെയ്ത് മോക്കുള്ള ഡ്രിങ്കും കൊടുത്ത് അലക്കാനും ഉണ്ട്. അലക്കാനൊക്കെ ഇട്ട് മെഷീനിലിട്ട്
കിച്ചണും കാര്യമൊക്കെ ഇതാ അടിപൊളി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി. ഇനി അടുത്ത പരിപാടി കുറേ മടക്കി വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പം മഴയായതുകൊണ്ട് ഉണങ്ങലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മേലിൽ മൊത്തം ഇട്ടിട്ടുണ്ടായതാണ്. അപ്പോൾ ഉണങ്ങിയത് മോള് താഴേക്ക് എടുത്ത് കൊണ്ടിട്ടിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കി എടുത്ത് വെക്കും. മോള് മൊത്തം ഒന്നിങ്ങനെ അടിമറിച്ച് തരും. ഞാൻ മൊത്തം അങ്ങ് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഓളതൊക്കെ ഓള് നല്ല വൃത്തിയിൽ തന്നെ അങ്ങ് ഓളെ കവാട്ടിക്കൊണ്ട് വെക്കും. മോനിതാ ഇവിടുന്ന് മൊബൈൽ കണ്ട് കളിക്കുന്നുണ്ട്. മൊബൈൽ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും പണിയെടുക്കാൻ വിടൂല. ഇങ്ങനെ ചൊറഞ്ഞോണ്ട് നിൽക്കും. കരഞ്ഞോണ്ട് എടുക്കാനോ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൊറയാക്കും. അങ്ങനെ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങി. ക്ലീനിങ്ങും കാര്യം കഴിഞ്ഞിട്ട് വേണം മോനൊന്ന് കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കണം. ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് കുളിയും കാര്യങ്ങളൊക്കെ തീർക്കണം മൂന്നാളതും. മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്കണം. അങ്ങനെ ക്ലീനിങ്ങും ബെഡൊക്കെ ഒന്ന് പിരിച്ച് മോനൊക്കെ ഒന്ന് കുളിപ്പിച്ച് മോളും ഞാനും ഒന്ന് കുളിച്ച് റെഡിയായിട്ട് ഇനിയിപ്പോൾ മോനൊന്ന് റെഡിയാക്കി എടുത്തിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മളടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാണ്. ആകെ ഒരു 10 മിനിറ്റ് പോകാനുണ്ട്. ആ ഹോസ്പിറ്റലിലേക്കൊക്കെ നമ്മൾ പോയിട്ട് വന്നതിന് ശേഷമൊന്ന് പിന്നെ ഒരു 12:30 മണിയായിന്. അപ്പോൾ പിന്നെ മോക്കുള്ള ചോറൊക്കെ കൊടുത്ത് ഞാൻ ചപ്പാത്തിയൊക്കെ കഴിച്ച് മോക്കുള്ള മുട്ടയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മെഷീനിൽ ഡ്രസ്സ് ഇട്ടത് കറങ്ങുന്നുണ്ട് അത്ര. അപ്പം പിന്നെ നമ്മളെ ഫുഡൊക്കെ കഴിച്ചൊന്ന് ഉറങ്ങി എഴുന്നേറ്റതാണിത്. അതിനൊന്ന് ഉറങ്ങി എഴുന്നേറ്റതാ മോനിതാ മൊബൈൽ കളിക്കുന്നുണ്ട്. അതിന് പിന്നെ മോൾക്ക് സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് പിന്നെ മോമോസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച്. മോമോസ് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മോമോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. മോമോസിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. അടിപൊളി ടേസ്റ്റാണ്. ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കിയതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അങ്ങനെ പിന്നെ പെട്ടെന്ന് മോമോസ് ഉണ്ടാക്കി കൊടുത്ത് പാല് വെച്ചിട്ടുണ്ട്. കോഫിക്കും ബൂസ്റ്റിലൊക്കെ ഇല്ല പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ മോനിക്കും മോക്കുള്ള ബൂസ്റ്റൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഞാൻ കോഫിയാണ് കുടിക്കൽ. അപ്പോൾ കോഫിക്കുള്ളത് മാറ്റി വെച്ച് ബൂസ്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.